ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കോസി ക്രാഫ്റ്റ്. ചെറുതായിട്ട് ഡെസ്കിനൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ വിചാരിച്ച്. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. സിമ്പിൾ മേക്ക് ഓവർ എടുക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതേക്കെ പോലെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൽ ഫുള്ളും DIYs ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വാൾ പോസ്റ്റർ മാത്രമാണ് പ്രിൻ്റ് എടുത്തത്. അത് നമുക്ക് ഉണ്ടാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിലെ ഫസ്റ്റത്തെ ഐറ്റമായ ക്ലേ കപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടെറക്കോട്ട ക്ലേ ആണ്. സംഭവം നല്ല സ്മൂത്താണ് ക്ലേ, എയർ ഡ്രൈ ക്ലേ ആണ്. ആദ്യം കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുക്കുക. എന്നിട്ട് അതിനെ 2 പോർഷനാക്കി ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം വേണമെന്നുള്ളത്. അതിലൊരു പോർഷൻ നമുക്ക് കപ്പിന് ഹാൻഡിൽ ഉണ്ടാക്കാനാണ്. ഇതുപോലെ ചെയ്തതിന് ശേഷം നടുക്ക് വിരൽ വെച്ചിട്ട് ഹോൾട്ടിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് ഇതുപോലൊരു പാത്രമാക്കി എടുക്കുക. ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ചെറിയ ഫ്ലോപ്പൊക്കെ എന്തായാലും ഉണ്ടാവും. ക്രാക്സൊക്കെ നമ്മൾ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ക്ലേ ഇതുപോലെ നീളത്തിൽ പരത്തിയിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ക്രാച്ച് ഇട്ട് കൊടുക്കുക നമ്മുടെ കപ്പുമ്മേ. എന്നിട്ട് അതുമ്മേ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വെക്കണം. ഒരു ദിവസം മൊത്തം വേണം ടെറക്കോട്ട ക്ലേ ഉണങ്ങി കിട്ടാൻ. ഉണങ്ങി വന്നപ്പോൾ ഇതിൻ്റെ തലഭാഗത്തൊക്കെ ചെറിയ ക്രാക്സ് ഉണ്ടായിരുന്നു, അടിഭാഗത്തും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്പോൾ ചെറുതായി ഒന്ന് വെള്ളമാക്കി കഷ്ടപ്പെട്ട് വരതി എങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വൈറ്റ് കളർ വെച്ചിട്ട് ഫുൾ ഒരു ബേസ് അടിച്ചു കൊടുക്കണം. എന്തിനാ അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളർ അടിക്കുമ്പോൾ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലും പുറത്തും നമുക്ക് അടിച്ചു കൊടുക്കണം. അങ്ങനെ ഫുള്ളായി അടിച്ചിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കുക. ഞാനൊരു പീച്ച് കളർ അടിക്കണത്. പീച്ച് കുറച്ച് ഡാർക്കായി പോയപ്പോൾ ഞാൻ ഇച്ചിരി വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് പീച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് മൊത്തം ഞാൻ പീച്ച് കളറും ഉള്ളിൽ റെഡ് അടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിൽമേ ഞാൻ ആദ്യം പീച്ച് കളർ കൊടുത്തിരുന്നു. അപ്പോൾ രസമില്ലാതെ കണ്ടപ്പോൾ ഫുൾ പീച്ചായപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാൻഡിൽമേ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡ് കളർ അടിച്ചു കൊടുക്കാം. പുറത്ത് ഞാൻ 3 സ്ട്രോബെറിയാണ് വരച്ചിട്ടുള്ളത്. അത് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളിഷ്ടമുള്ള ചിത്രം വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അടിപൊളി വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഉണ്ടെങ്കിൽ വാർണിഷ് അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഫെവിക്കോൾ അടിക്കുക. അപ്പോൾ നമ്മുടെ കപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ സ്ട്രോബെറി തീം കപ്പായി. നമുക്ക് ഫേക്ക് പ്ലാന്റ് ഉണ്ടാക്കാം. മിക്ക ഡെസ്കിലും പിൻട്രസ്റ്റിൽ പോയി നോക്കിയാൽ എല്ലാ ഡെസ്കിലും കാണുന്നതാണ് നമ്മൾ ഫേക്ക് പ്ലാന്റ്. അതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്കിൻ ടാപ്പിൻ്റെ ഒരു പീസും വേണം. അതിന്മേൽ ഗ്രീൻ കളർ അടിച്ചെടുക്കാം. ഗ്രീൻ കളർ അടിക്കണം എന്തിനാ വെച്ചാൽ നമുക്ക് ആ ഒരു ടാപ്പ് ഒട്ടിച്ച പോലെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഗ്രീൻ പേപ്പർ, കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതിനും കാട്ടി വലുതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇതിനും കാട്ടി വലുതൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ഇതുപോലത്തെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ചെറിയ ഹോൾ മതി. അങ്ങനെ മടക്കി കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് 4 എണ്ണം കിട്ടുമെന്നീന്ന്. ഇനി നമ്മൾക്ക് കയറിൻ്റെ തലക്ക് അത് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺ വെച്ചിട്ട് കെട്ടി കൊടുക്കുക. ഞാൻ ബട്ടണാണ് വെച്ചിട്ടുള്ളത് അവിടെ. ഇതുപോലെ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഗ്രീൻ കളർ അടിച്ച ടാപ്പ് അവിടെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് ലീഫ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ വലിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിന്മേൽ ബട്ടൺസാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഫേക്ക് പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്കൊരു ക്യൂട്ട് കലണ്ടർ ഉണ്ടാക്കാം ഡെസ്ക് മേക്ക് ഓവറിന് വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ഒരു A4ൻ്റെ ഹാഫ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് വീണ്ടും കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒക്ടോബർ, നവംബർ, ഡിസംബറാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ചുകൂടി നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു, പക്ഷേ സാരമില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ഇത് 3ൻ്റെയും തലക്ക് വരച്ചു കൊടുക്കുക. സ്റ്റിക്കർ ഒട്ടിക്കുക, പിക്ചർ വരയ്ക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് കലണ്ടർ എഴുതി കൊടുക്കുക. അടിയിൽ സ്പേസ് ബാക്കി വന്നപ്പോൾ ഞാനിവിടെ പ്ലാനർ എഴുതാമെന്ന് വിചാരിച്ച് ഇതേപോലെ. ഇനി ആ പേപ്പറിൻ്റെ കറക്റ്റ് സൈസിൽ വരുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കാർഡ്ബോർഡിൻ്റെ 2 അറ്റത്തും ഹോൾ ഇട്ട് കൊടുക്കുക. അതുപോലെ പേപ്പേഴ്സിൻ്റെയും 2 അറ്റത്തും ഹോൾ ഇട്ട് കൊടുക്കുക. ഞാൻ പേപ്പർ പഞ്ചർ വെച്ചിട്ടാട്ടോ ഹോൾട്ട്. ഇനി നമുക്ക് മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് ആ കാർഡ്ബോർഡിൻ്റെ തലക്ക ഭാഗത്തൊക്കെ ഒന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 സൈഡിലും ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പേപ്പർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് സ്റ്റാൻഡായി നിൽക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഒരു പേപ്പർ അവിടെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റിങ് ഉണ്ടെങ്കിൽ റിങ് വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ റിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിങ് ഉണ്ടാക്കുകയാണ്. ആദ്യം നൈസായിട്ട് നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. ഇനി എല്ലാ കലണ്ടേഴ്സും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ആ 2 പീസും കൂടെ കയറ്റി കൊടുക്കുക.
കലണ്ടർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്കിത് ജോയിൻ ചെയ്യാൻ ഗ്ലൂ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഗ്ലൂ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടി സുഖം മാസ്കിൻ ടൈപ്പ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ സെലോ ടൈപ്പ് വെച്ചിട്ടോ ചെയ്യാനാണ്. ഞാനിവിടെ മാസ്കിൻ ടൈപ്പാണ് യൂസ് ചെയ്തത്. സെലോ ടൈപ്പ് ആയിരിക്കും ബെസ്റ്റ്. അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യൂട്ട് കലണ്ടർ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 മാസങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ക്യൂട്ട് ബണ്ണി കലണ്ടർ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഐറ്റമായിട്ട് നമുക്കൊരു പ്ലാൻ പോട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ ജ്യൂസിൻ്റെ ഗ്ലാസ്സോ കുപ്പിയായാലും മതി. എൻ്റെ കയ്യിൽ കുപ്പി നല്ലതായ ഒരു കുപ്പി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ജ്യൂസിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി അതിനെ ഫുൾ വൈറ്റ് അടിക്കുക. എന്നിട്ട് 2 ഭാഗത്തും പേപ്പർ പഞ്ചർ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. പേപ്പർ പഞ്ചർ ആണെന്നില്ല, നമ്മൾ പപ്പടം ചുടുന്ന ഒരു കൊള്ളില്ല, അതൊക്കെ വെച്ച് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി അതിൻ്റെ അടിയിൽ പേപ്പറിൻ്റെ വേസ്റ്റ് നിറച്ച് കൊടുക്കുക. പിന്നെ ക്ലേ മേലെ വെക്കുക. ഞാൻ ത്രെഡ് വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്നത് കാണിച്ചിരുന്നേ. അതിന് പകരം ഇവിടെ വയർ യൂസ് ചെയ്താൽ മതി. ഇനി അതിൻ്റെ 2 ഭാഗത്ത് നമുക്ക് ത്രെഡ് കെട്ടി കൊടുക്കാം. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള 2 ഭാഗത്തും കൂടെ കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ ത്രെഡ് കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലാൻ പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. അപ്പം നമ്മുടെ പ്ലാൻ പോട്ടും റെഡിയായി. ഇപ്പോൾ നമ്മൾ ഡെസ്ക് മേക്ക് ഓവറിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസ്ക് മേക്ക് ഓവറിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു പെൻ ഹോൾഡറാണ് ക്ലീൻ ആക്കുന്നത്. അത് എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആവില്ല. പിന്നെ ഞാൻ ടേബിളിലുള്ള ഓരോ സാധനങ്ങളും മാറ്റാൻ തുടങ്ങി. ആദ്യം തന്നെ ടേപ്പ് ഡിസ്പെൻസർ, പിന്നെ ക്ലേ കപ്പ്, പിന്നെ മഷ്റൂം ക്യാൻഡിൽ ഹോൾഡറൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഈ ബ്രഷ് പെന്നിൻ്റെ പാത്രത്തിൽ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടാവുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഇടൽ അതിൽ. ഇനി ഫ്ലവർ വൈസും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ക്രേറ്റ് ബോക്സും കൂടെ മാറ്റണം. അവിടെ ഒരു ചെറിയ ഹോളുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അത് ആ ക്രേറ്റ് ബാസ്ക്കറ്റ് വെക്കുമ്പോൾ അവിടെ കാണൂല. ഇനി നമുക്ക് എല്ലാ പോസ്റ്റേഴ്സും വാളുമെന്നൊന്ന് മാറ്റിയെടുക്കാം. ഞാൻ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഞാൻ ഗ്രിഡ് ലൈൻസ് വരുന്നൊരു സംഭവത്തിൽ ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാൻ പോട്ട് തൂക്കിയിടാം. ഞാൻ മേലെ ഒരു പിൻ വെച്ചിട്ടുണ്ട്, അതിന്മേലാണ് തൂക്കിയിടുന്നത്. അതിന്മേൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ പോട്ട് അവിടെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ വളവൊക്കെ നേരാക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇവിടെ നമുക്ക് കോസി ക്രാഫ്റ്റ് എന്ന് എഴുതി കൊടുക്കാം. ആൽഫബറ്റിൻ്റെ സ്റ്റിക്കർ വെച്ചിട്ട് ആണ് എഴുതുന്നത്, എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർസ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒടിച്ചു കൊടുത്തു. ഇത് ഞാൻ ചെരുപ്പിൻ്റെ പെട്ടി വെച്ചുണ്ടാക്കിയതാണ്. ഞാൻ അങ്ങനെ സിമ്പിളാണോണ്ട് ഞാൻ കാണിക്കണില്ല. ഇതിൻ്റെ മേലെ ക്ലേ കപ്പ് അങ്ങനെയൊക്കെ വെക്കാമെന്നാണ് എൻ്റെ പ്ലാന്. ഫസ്റ്റ് ഞാൻ ക്ലേ കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്ക് ഞാൻ നമ്മുടെ ക്യൂട്ട് കലണ്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ സ്ഥലമുള്ളതുകൊണ്ട് അവിടെ ഒരു മഷ്റൂമും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയാണ് മേക്ക് ഓവർ ചെയ്യാനുള്ളത്. അവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ടേപ്പ് ഡിസ്പെൻസർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാൻഡിൽ ഹോൾഡറും, ഇനി ഹൈലൈറ്റേഴ്സൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രം നമ്മൾ ഉണ്ടാക്കിയ പെൻ ഹോൾഡർ വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ മേക്ക് ഓവർ കഴിഞ്ഞു. ഇനി ഈ ഒരു ഫ്ലവർ വൈസ് നമുക്ക് അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ കോർണറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലേസിൽ നമുക്ക് വെക്കാനുള്ള എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു പെൻ ഹോൾഡറാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ബ്രഷ് പെന്ന് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് അതും ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മേക്ക് ഓവറും കഴിഞ്ഞു. ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് തൂക്കാം. അത് ഞാൻ എന്തൊക്കെയോ കാട്ടിയിട്ടാണ് തൂക്കിയിട്ടുള്ളത്. ഈ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇൻസ്പോസ് ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താണ്. അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ.